തമിഴക രാഷ്ട്രീയത്തിൽ ഇനി വിജയ് യുഗമോ? നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പതാകയും ഗാനവും പുറത്തിറക്കി. പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് രാവിലെ നടന്ന ചടങ്ങിലാണ് വിജയ് പതാക പുറത്തിറക്കിയത്. പാർട്ടി ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി പതാക ഉയർത്തുകയും ചെയ്തു. പതാക തമിഴ്നാടിന്റെ വിജയത്തിനുള്ളതാണ് എന്ന് വിജയ് പ്രഖ്യാപിച്ചു. என் நெஞ்சில் குடியிருக்கும் என்னுடைய தோழர்களாகிய உங்க முன்னாடியும் சரி, என் நெஞ்சில் குடியிருக்கும் தமிழ்நாட்டு மக்கள் அனைவரும் அவங்க முன்னாடியும் சரி, இன்னைக்கு அந்த கொடியை அறிமுகப்படுத்துறதுல எனக்கு ரொம்ப ரொம்ப பெருமையா நினைக்கிறேன். இதுவரைக்கும் நாம நமக்காக உழைச்சோம். இனி வரப்போற இயர்ஸ்ல நம்மள ஒரு கட்சி ரீதியா நம்மளை தயார்படுத்திக்கிட்டு தமிழ்நாட்டுக்காகவும் தமிழ்நாட்டு மக்களின் உயர்வுக்காகவும் நம்ம எல்லாருமா சேர்ந்து உழைப்போம். ஒரு சந்தோஷமா, ஒரு கெத்தா நம்ம இதை ஏத்தி கொண்டாடுவோம். இது வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியா மட்டும் இதை நான் பார்க்கலைங்க. தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு கொடியா தான் நான் பார்க்கிறேன். இது உங்க இல்லத்துல உங்க உள்ளத்துல இதெல்லாம் நான் சொல்லாமலே நீங்க ஏத்துவீங்கன்றது எனக்கு நல்லா தெரியும். பட் இருந்தாலும் அதுக்கான அந்த முறையான அந்த பெர்மிஷன்லாம் வாங்கிட்டு அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ்லாம் ஃபாலோ பண்ணிட்டு அனைவரிடமும் தோழமை பாராட்டி நம்ம இதை ஏற்றி கொண்டாடுவோம். சரிங்களா? அது வரைக்கும் கான்ஃபிடென்ட்டா இருங்க. நல்லதே நடக்கும். வெற்றி நிச்சயம். രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, നമ്മൾ MGR തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ തമിഴകത്ത് ഈ ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്തേക്ക് വരുന്നതും അത് ഭരണം പിടിക്കുന്നതും ആദ്യമൊന്നുമല്ല. ഈ വിജയുടെ തുടക്കം അത് എങ്ങനെ ഉറ്റുനോക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയം? വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രി കഴകത്തിന്റെ പതാകയും ഗാനവും പുറത്തിറക്കിയ ദിനമാണ്. വലിയ തോതിൽ ദളപതി വിളികളുമായിട്ടാണ് പ്രവർത്തകർ, ആരാധകരൊക്കെ വിജയുടെ പാർട്ടി പ്രഖ്യാപനമല്ല പതാക പുറത്തിറക്കലിനെയും ഗാനത്തെയും ഒക്കെ ഏറ്റുവാങ്ങിയത്. രഞ്ജിത്ത്, ഞാൻ ചോദിച്ചു കേട്ടിരുന്നു, ഇത് എങ്ങനെയാണ് തമിഴ്നാട് രാഷ്ട്രീയം വിജയുടെ വരവിനെ ഉറ്റുനോക്കുക? തീർച്ചയായും എൽദോ, അതായത് തമിഴക രാഷ്ട്രീയത്തിൽ തനിക്കൊരു സ്പേസ് ഉണ്ട് എന്നാണ് ഇപ്പോഴും വിജയ് വിശ്വസിക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാം MK സ്റ്റാലിന്റെ ആധിപത്യം കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ട്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില അഭ്യൂഹങ്ങൾ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സ്റ്റാലിൻ ഒരുങ്ങുന്നു എന്നാണ്. ഒരു ദീർഘനാളത്തെ വിദേശ പര്യടനത്തിലടക്കം സ്റ്റാലിൻ പുറപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പോലും മകന് കൈമാറിയേക്കാം എന്നുള്ള ചില ധാരണകൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ AIDMK എന്ന കക്ഷി അത് പല വിഭാഗങ്ങളായി തിരിഞ്ഞ് അവരുടെ വോട്ട് ബാങ്ക് ശിഥിലമായ പശ്ചാത്തലമുണ്ട്. ഒപ്പം BJPക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം IAS-കാരനായ സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കി വലിയ പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാഴ്ചവെച്ചുവെങ്കിൽ പോലും ആ ശക്തി തെളിയിക്കാനായില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്പേസ് തനിക്കുണ്ട് എന്ന് വിജയ് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പതാകയും ഒപ്പം ഗാനവും വിജയ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത മാസം പൊതുസമ്മേളനം നടത്തും എന്നാണ് വിജയ് തന്റെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം, അതിനു മുൻപ് സിനിമാ അഭിനയം നിർത്തും എന്ന് വിജയ് അറിയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായാണ് പാർട്ടി പതാക പുറത്തിറക്കിയിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും നിറഞ്ഞ പതാക
പതാകയിൽ 2 ഗജവീരന്മാരെ കൂടി വിജയ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ഞയാണ് വിജയ് പ്രധാനമായും തന്റെ പാർട്ടിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിറം എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ മഞ്ഞ കളറുള്ള ഡ്രസ്സിട്ടാണ് ഇന്ന് പരിപാടിക്ക് വന്നത്. ഈ പതാക പാർട്ടിയുടെയും തമിഴ്നാടിന്റെയും അടയാളമായി മാറ്റുമെന്ന് വിജയ് അവകാശപ്പെട്ട സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമാണ് പതാക പുറത്തെടുത്ത ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കാനുള്ള പതാകകൾ വിജയ് ഭാരവാഹികൾ കൈമാറിയിട്ടുണ്ട്. അവർ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ ഈ പതാകകൾ വെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വെക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിൽ നിന്നുള്ള നമ്മുടെ ജനങ്ങളുടെയും അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും എന്ന് പറയുമ്പോൾ രാജ്യസ്നേഹം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു അജണ്ടയാണ് തനിക്കുണ്ടാവുക എന്ന് വ്യക്തമാക്കുകയാണ് വിജയ്. എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും എന്നും വിജയ് പറയുന്നു. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി നടൻ വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. തമിഴ്നാട്ടിലെ 100ഓളം തിയേറ്ററുകളിലും ഈ പതാക ഉയർത്തും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഈ എതിരാളികളില്ലാതെ സ്റ്റാലിൻ വാഴുന്ന തമിഴക രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക, അതിലൂടെ AIDMKയുടെ ശിഥിലമായ വോട്ടുകൾ സമാഹരിക്കുക, നിഷ്പക്ഷരായ ഒരുപാട് ജനങ്ങളുടെ വോട്ടുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വിജയകാന്തിന്റെ പാർട്ടി നമുക്കറിയാം ആദ്യം വലിയ വിജയമായിരുന്നു. തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായി പോയും വിജയകാന്ത് ഉയർന്നിരുന്നു. അതിനുശേഷം ആ വോട്ടുകൾ ശിഥിലമായ അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം ആ പാർട്ടി ഇല്ലാതായ പശ്ചാത്തലമുണ്ട്. അതും ആ വോട്ടുകൾ കൂടി തനിക്കൊപ്പം ചേർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിജയിയുടെ വരവ്. നമുക്കറിയാം കമൽഹാസന് പോലും ഒരുപക്ഷെ വിജയ്ക്ക് മുൻപ് വിജയിനേക്കാളും മുകളിൽ സൂപ്പർ താരമായിരുന്ന കമൽഹാസന് പോലും അവിടെ വേരുറയ്ക്കാതിരുന്ന ഒരു മണ്ണാണ് തമിഴകം. അവിടെ വിജയ് വരുമ്പോൾ ഇനി എന്താണ് അദ്ദേഹം കാത്തുവെച്ചിരിക്കുന്ന മാജിക് എന്ന് കാത്തിരുന്നു കാണണം. എൽദോ രഞ്ജിത്ത്, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകുമെന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ടല്ലോ, എത്തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില മന്ത്രിമാർ തമിഴ് DMK സർക്കാരിൽ ചില മന്ത്രിമാർ ആരോപണ വിധേയരായിട്ടുള്ളവരുണ്ട്. ഒപ്പം ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്ന മന്ത്രിമാർ ഉണ്ട്. അത് തമിഴ്നാട്ടിലൊരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും വലിയ പ്രചരണത്തിനിടയാകാതിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കണം. ഒപ്പമാണ് ഈ പ്രവർത്തന മികവില്ലാത്ത ചില മന്ത്രിമാരെ മാറ്റണമെന്ന ആവശ്യം സ്റ്റാലിൻ മന്ത്രിസഭാ യോഗത്തിലും പാർട്ടിയിലും മറ്റും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതോടൊപ്പമാണ് തന്റെ പിൻഗാമിയായി സ്റ്റാലിൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ചികിത്സയ്ക്കായി മറ്റുമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും തന്റെ പിൻഗാമിയായി ഉദയനിധി സ്റ്റാലിനെ വാഴിക്കുക എന്ന ലക്ഷ്യം സ്റ്റാലിനുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയിലേക്കാണ് സ്റ്റാലിൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതനുസരിച്ച് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയായി പോലും സ്റ്റാലിനെ വാഴിച്ചേക്കാം, അത്തരത്തിൽ പ്രഖ്യാപിപ്പിച്ചേക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പതിയെ ഉദയനിധി സ്റ്റാലിനെ നേതൃനിരയിലേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം എത്തിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യം കൂടി സ്റ്റാലിനുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അത്തരം മാറ്റങ്ങൾ കൂടിയാണ് വിജയ് ഉയർത്തിക്കാട്ടുന്നത്. കുടുംബവാഴ്ച എന്ന ഒരു കാര്യം കൂടി വിജയ് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേക്കാം. സ്റ്റാലിന്റെ അത്രയും ജനപ്രിയതയുള്ള നേതാവല്ല ഉദയനിധി സ്റ്റാലിൻ എന്നുകൂടി ചേർത്ത് വായിക്കണം. അത്തരം ഗ്യാപ്പുകൾ സ്വാഭാവികമായും അത്തരത്തിൽ വിജയ് ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെയാണ് തന്റെ പാർട്ടിയുടെ പ്രസക്തി വിജയ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ് രാഷ്ട്രീയത്തിൽ എന്നാണെങ്കിലും നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. അത് വിജയുടെ പാർട്ടി പതാകയും ഗാനവും പുറത്തിറങ്ങി. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൽ ചില മാറ്റങ്ങൾ കൂടി ഈ സമയമായി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.